വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ പരീക്ഷകളിൽ PSC ആവർത്തിച്ച കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ CRT ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നതിൽ ആരാണ്? ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത്? ആരാണ്? ആഗമാനന്ദ സ്വാമി അല്ലേ? ആഗമാനന്ദ സ്വാമിയാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഏതാണ്? 1114 കഥ അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാൻ്റെ കൃതിയാണ് 1114 കഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത അല്ലേ? ആദ്യത്തെ വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂരാണ് അല്ലേ? വെങ്ങാനൂരല്ലേ അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അപ്പോൾ 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കാർഷിക സമരം സംഘടിപ്പിച്ചു വെങ്ങാനൂരിലാണ്. വെങ്ങാനൂരിലാണ് അയ്യങ്കാളി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അയ്യങ്കാളി 1909 വെങ്ങാനൂരിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠസ്വാമി കേട്ടോ. വൈകുണ്ഠസ്വാമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. പിന്നെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ നിന്ന് ചോദിക്കാറുള്ളത്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അല്ലേ? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് 10th പ്രിലിമിനറി കോമൺ ടെക്സ്റ്റിനും അതുപോലെ തന്നെ ഫീമെയിൽ പ്രിസണർ ഓഫീസറിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അതുപോലെ തന്നെ ചോദിക്കാറുണ്ട് ഇതുപോലെ കാലഗണനാക്രമം എഴുതുക എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. കാലഗണനാക്രമം എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ അതിലെന്തുണ്ടായിരിക്കും? ആറ്റിങ്ങൽ കലാപം ഉണ്ടായിരിക്കും. അതിന് ഇയർ പഠിച്ചു വെക്കണം. അപ്പോൾ 1721 നടന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ ജനങ്ങൾ നടത്തിയ ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആദ്യത്തെ സംഘടിത കലാപം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആറ്റിങ്ങൽ കലാപമാണ്. കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ എന്താണ് ലാബ് അസിസ്റ്റൻറ്റ്, ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ കോമൺ പ്രിലിമിനറി എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതുപോലെ തന്നെ എവിടെയാണ്? ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. തലശ്ശേരി ബ്രിട്ടീഷ് സൈന്യമാണ് ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്. ഈ ഒരു 3 പോയിന്റ്സും നന്നായി പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഏതാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് എന്നാണ്? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797 ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് 1797. അപ്പോൾ പഴശ്ശി കലാപങ്ങൾ തുടങ്ങുന്നത് 1ഉം 2ഉം ഉണ്ടല്ലേ? ഒന്നാം പഴശ്ശി കലാപം ഉണ്ട്, രണ്ടാം പഴശ്ശി കലാപം ഉണ്ട്. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1793 മുതൽ 97 വരെയാണ്. 93 മുതൽ 97 വരെയാണ്. ചോദിച്ചതെന്താണ്? അവസാനിച്ച വർഷം ഇതാണ്. 97 അവസാനിച്ചത്. അതുപോലെ തന്നെ രണ്ടാം ഘട്ട പഴശ്ശി കലാപം എന്ന് പറയുന്നത് ഏത് ഇയറിലായിരുന്നു? 1800 മുതൽ അതിന് ചോദിച്ചിട്ടുണ്ട്. 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത്. 1800 മുതൽ 1805 വരെയാണ്. അതുപോലെ തന്നെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്?
10th പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ, കോമൺ എക്സാമിനേഷന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. പ്രിലിംസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളവർമ്മ എന്ന ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ് തിരക്കഥ തയ്യാറാക്കിയത്. ആരാണ്? MT വാസുദേവൻ നായർ. പഠിച്ചിരിക്കുക കേട്ടോ, MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇയറിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? സബ് കളക്ടർ ആരാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ആരാണ്? തോമസ് ഹാർവി ബാബർ. തോമസ് ഹാർവി ബാബർ ആണ് ബ്രിട്ടീഷ് കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ എന്ന് പറയുന്ന ആരാണ്? തോമസ് ഹാർവി ബാബർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപമാണല്ലേ 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എടച്ചേനി കുങ്കൻ നായർ, അതുപോലെ തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഴശ്ശി കലാപം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പഴശ്ശി കലാപത്തെക്കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. ഇയേഴ്സ് പഠിച്ചു വയ്ക്കുക. 1790 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി കലാപം അല്ലേ, ആ ഇയർ എന്ന് പറയുന്നത്. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം അഞ്ചുതെങ്ങ് കലാപം ഉണ്ടോ? അഞ്ചുതെങ്ങ് കലാപം. അപ്പം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാണ്? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം കാണാണ്. അപ്പം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് ഏതാണ്? 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് 1697. അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നുള്ളത്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം ഉണ്ടോ? തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ്? തിരുവനന്തപുരം ഉണ്ടോ? തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഈ അഞ്ചുതെങ്ങിനെ കുറിച്ചിട്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങാണ് കേട്ടോ, അഞ്ചുതെങ്ങാണ്. അതും 10th പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 10th പ്രിലിംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കലാപം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് അഞ്ചുതെങ്ങ് കലാപത്തെ കുറിച്ചിട്ട് അറിയുന്ന കാര്യങ്ങൾ? 1690 അഞ്ചുതെങ്ങ് പാണ്ഡകശാലയുടെയും 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ചോദിക്കുകയാണെങ്കിൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ഇയർ ചോദിക്കുകയാണെങ്കിൽ 1697. വർഷം ചോദിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഏതാണ്? ജില്ല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ വേണാട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പാണ്ഡകശാല ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചുതെങ്ങാണ്. അതുപോലെ ആറ്റിങ്ങൽ റാണിയാണ് ഈ ബ്രിട്ടീഷുകാർക്ക് ഇത് പാണ്ഡകശാലയും കോട്ടയൊക്കെ നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത്. ആരാണ്? ആറ്റിങ്ങൽ റാണി. അതുപോലെ തന്നെ അത് കഴിഞ്ഞ വർഷമാണ് പറയുന്നത്. 1697 എന്ന് പറയുന്നത് കംപ്ലീറ്റ് ചെയ്ത വർഷമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? 1697 പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ കുരുമുളകിന്റെ വ്യാപാര കുത്തക സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള കലാപമായിരുന്നു ഈ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? പുരളിമല എന്ന് പറയുന്നത് ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ്? ഏതാണ്? പഴശ്ശി വിപ്ലവം അല്ലേ? പഴശ്ശി വിപ്ലവമാണ് പുരളിമലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പഴശ്ശി വിപ്ലവം നടന്നത് എവിടെയാണ്? പുരളിമലയിലാണ്. ഏത് വിപ്ലവത്തിൻ്റെ സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല എന്ന് പറയുന്നത്? പഴശ്ശി വിപ്ലവം അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? AKG പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അറസ്റ്റ് വരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണ്? 1930 AKG അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ്? 1930. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ആരാണ് ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയത്? OM നമ്പ്യാരാണ്. OM നമ്പ്യാരാണ് ദ്രോണാചാര്യ പുരസ്കാരം ആദ്യമായിട്ട് നേടിയ മലയാളി. ആരാണ്? OM നമ്പ്യാരാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ആത്മോപദേശ ശതകം എഴുതിയത് ആരാണ്? ചോദിക്കാറുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. ശ്രീനാരായണ ഗുരു ആരാണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അല്ലേ? ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്, ചോദിക്കാറുണ്ട്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ജനിച്ചത് ചെമ്പഴന്തിയിലായിരുന്നു, ശിവഗിരിയിലാണ് അല്ലേ? സമാധി എന്ന് പറയുന്നത് എവിടെയാണ്? ശിവഗിരിയിലാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചോദിക്കാറുള്ള എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ ആരാണ്? രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി, ചോദിക്കാറുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പാണ് എന്തെന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ജാതിമീമാംസയിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണോ? റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആരായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പൊയ്കേൽ കുമാരഗുരുവാണ് പ്രത്യക്ഷ രക്ഷാദൈവസഭ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം അല്ലേ? വീണ്ടും ചോദിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സവർണജാഥ ചോദിക്കാറുണ്ടല്ലേ? സവർണജാതിക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണജാതിക്ക് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹിക പരിഷ്കർത്താവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, 1815 കല്ലുമാല സമരം, പെരുന്നാൾ ലഹളക്ക് എന്നറിയപ്പെടുന്നത് നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം രചിച്ചത് ആരാണ്? വി ടി ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആരാണ് രചിച്ചത്? ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? മലബാർ കലാപത്തെ മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നുണ്ട്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷൻ നിയമിച്ചു. മലബാർ കലാപങ്ങളെ
കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിന് കാരണം അല്ലേ. മലബാർ കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. അപ്പോൾ 1, 2, 3, 4 ശരിയായ ആൻസർ എന്ന് പറയുന്നതെല്ലാം ശരിയാണ്. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത് മലബാർ കലാപത്തെയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ് എന്നൊരു പ്രത്യേക വിഭാഗം പോലീസാണ് കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ കലാപത്തിന് കാരണം. എല്ലാം ശരിയാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക അല്ലേ. എന്താണ്? കുണ്ടറ വിളംബരം നടക്കുന്ന വർഷം ഏതാണ്? കുണ്ടറ വിളംബരം നടക്കുന്നത് കുണ്ടറ വിളംബരത്തിൻ്റെ ഇയർ എന്ന് പറയുന്നതാണ് 1809 അല്ലേ. 1809 കുണ്ടറ വിളംബരം നടക്കുന്നത്. നിവർത്തന പ്രക്ഷോഭം നടക്കുന്നതെന്നാണ് 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. ഇനി മലയാളി മെമ്മോറിയൽ ഏതാണ്? 1891 അല്ലേ. 1891 ജനുവരി 1 സമർപ്പിച്ചത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931 അപ്പോൾ നമ്മൾ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് നടന്നത്. 1809 കുണ്ടറ വിളംബരം നടന്നു. 1 അല്ലേ, ഒന്നാമത്തത്. ഓക്കെ, 1. അതുപോലെ തന്നെ 3 അല്ലേ, 1891 3. അപ്പോൾ 3 വന്നു. ഓക്കെ, 4 ഗുരുവായൂർ സത്യാഗ്രഹം 1931 അപ്പോൾ പിന്നെ 4, 2 എന്ന് പറഞ്ഞുള്ള ഒരു ഓർഡറാണ് വരുന്നത്. അപ്പോൾ ഈ ഇയേഴ്സൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിയിൽ വരുന്ന പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ ഇയേഴ്സ് പഠിച്ചു വെക്കുകയായിരുന്നെങ്കിൽ ഇതുപോലെ കാലഗണന ക്രമമനുസരിച്ച് എഴുതാൻ വേണ്ടി കുറേ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്താൻ കൂടുതൽ ഇയേഴ്സ് വെച്ചിട്ടാണ് ചോദിക്കാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചേരുംവഴി ചേർക്കുക. നവോത്ഥാന നായകരും സംഘടനകളാണ്. അയ്യങ്കാളിയുടെ ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ അയ്യങ്കാളിയുടെ ഏതാണ്? അയ്യങ്കാളിയുടെ ഏതാണ്? സാധുജന പരിപാലന സംഘം അല്ലേ. അയ്യങ്കാളിയുടെ ഏതാണ്? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളിയുടെ സംഘടന എന്ന് പറയുന്നത്. സാധുജന പരിപാലന സംഘം. നെക്സ്റ്റ് എന്താണ്? പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണെന്നുള്ളത്. അപ്പോൾ ശ്രീ കുമാരഗുരുദേവൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്. വാക്പടാനന്ദൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു. വാക്പടാനന്ദൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മവിദ്യാ സംഘമാണ് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ കണ്ട ക്വസ്റ്റ്യന് റിപ്പീറ്റായിട്ട് വരുന്ന ഓരോ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എടുത്ത് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പോൾ നോക്കി ഇപ്പോൾ കണ്ട 3 ക്വസ്റ്റ്യനും എന്താണ്? കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ റിവൈസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ ഏതാണ്? സമത്വ സമാജമാണ് വൈകുണ്ഠ സ്വാമികളുടെ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ് സംഘടനകളാണ് ഇപ്പോൾ ചേരുംപടിയായിട്ട് 4 ഒരുമിച്ച് തന്നു അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ 1 by 8 ആയിരിക്കും തരുന്നതായിരിക്കാം. അപ്പോൾ അയ്യങ്കാളിയുടെ ഏതാണ്? സാധുജന പരിപാലന സംഘം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ്റെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വാക്പടാനന്ദൻ ആത്മവിദ്യാ സംഘം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. പഠിച്ചു വെക്കാടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നിരിക്കുന്നില്ല. വേദാധികാര നിരൂപണമാണ്. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹം വീണ്ടും വന്നു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയാൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ശരിയാണ്. ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയതിൽ ഏതും ശരിയാണ്. എ.കെ.ജി. വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് എ.കെ.ജി. വളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ? ഇല്ല അല്ലേ. ഇനി മന്നത്ത് പത്മനാഭൻ സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ്ണ ജാഥ നയിച്ചത്. അപ്പോൾ 1, 2, 4 ശരി വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ടി.കെ. മാധവനാണ് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്. മന്നത്ത് പത്മനാഭനാണ് സവർണ്ണ ജാഥ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് പേപ്പേഴ്സും ഇതുവരെ നമ്മൾ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.